എന്റെ ആ സുഹൃത്തിനോട് എനിക്ക് ഇന്നും ബഹുമാനമുണ്ട്. അയാൾ ആരോ ഇവിടെ ചില ആളുകൾ തമ്മിൽ തെല്ലിക്കണ്ടല്ലോ, അതുമാതിരി ഞങ്ങളെ തമ്മിൽ തെല്ലിക്കാൻ വേണ്ടി അവിടെ ചില ആളുകൾ പ്രവർത്തിച്ചതാ, അങ്ങനെ പറഞ്ഞു കയറ്റി പറയിപ്പിച്ചതാ. ഇവരെ പരിപാടി പണ്ഡിതന്മാരെ തമ്മിൽ തെല്ലിച്ചിട്ട് ബേക്കലിക്കുക, എന്നിട്ട് കളിക്കാർ പുറത്തു വരട്ടെ. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ പക്വതയോടെ സംസാരിച്ചിരുന്ന, നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്ന, അവരൊക്കെ പ്രസംഗിക്കുന്ന പെണ്ണും കടലാസ് കൊടുത്തിരിക്കും നമ്മൾ ഏതെങ്കിലും പോയിന്റ് കിട്ടുമെന്നറിയാം. അങ്ങനത്തെ മനുഷ്യന്മാര് തരം താഴ്ന്ന് സംസാരിക്കുകയാണ്. അള്ളാഹു സൽബുദ്ധി തോന്നിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. മൻഹജുൽ ജംഇയ്യ ലിദ്ദഅവതി വൽ ഇർശാദ് ജംഇയ്യത്ത് സിയാത്തുറാത്തിൽ ഇസ്ലാമി. ഇത് സിയാത്തുറാത്തിൽ ഇസ്ലാമിനെ പറ്റി ആക്ഷേപം ഉണ്ടായപ്പോൾ അവരവരെ മൻഹജ്, അവരെ മാർഗ്ഗം എന്നതാണ്, ഇന്ത്യയിൽ ഞങ്ങളെ അഭിപ്രായം എന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിലപാട് എഴുതിയിട്ട് പിന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് ജീവിച്ചിരിക്കുന്ന കാലാണ്, അൽബാനി ജീവിച്ചിരിക്കുന്ന കാലാണ്, അവർക്ക് കൊടുത്തു. അൽബാനി കൊടുത്തു, ഇബ്നു ബാസ് കൊടുത്തു, സാലിഹുൽ ഫൗസാൻ കൊടുത്തു, സാലിഹുൽ അബൂദ് എന്ന് പറയുന്ന പിന്നെ അൽ ജാമിഅത്തുൻ നബവിയ്യ, ജാമിഅ ഇസ്ലാമിയ മദീന, അവർക്ക് കൊടുത്തു. അവരൊക്കെ ചില മുലാഹലാത്തുകൾ, ചില നിർദ്ദേശങ്ങൾ, ഭേദഗതി പറഞ്ഞു, അതൊക്കെ വെച്ച് പ്രസിദ്ധീകരിച്ചതാണ്. ഈ പുസ്തകത്തിന്റെ 45-ാമത്തെ പേജിൽ മൗഖിഫുനാ മിൻ ജമാഅത്തി ദഅവ കണ്ടോ, ദഅവത്തി സംഘടനകളെ കുറിച്ച് ഞങ്ങളുടെ നിലപാട്. അല്ലദീ നറാഹു അന്നൽ അമലൽ ജമാഇ മശ്റൂഉൻ വിഫ്ഖ ലവാബിത. ഞങ്ങൾ അഭിപ്രായപ്പെടുന്നത് സംഘടിത പ്രവർത്തനം ശറഅ് അംഗീകരിച്ചതാണ്. വിഫ്ഖ ലവാബിത, ചില ലവാബിത്തുകൾക്ക് വിധേയമായി, ചില വ്യവസ്ഥകൾക്ക് വ്യവസ്ഥകൾക്കനുസരിച്ച് വ്യവസ്ഥകൾക്ക് വിധേയമായിക്കൊണ്ട് ശറഅ് അംഗീകരിച്ചതാണ്, നിരുപാധികം അംഗീകരിച്ചതല്ല. ചില വ്യവസ്ഥകളുണ്ട്. എന്തൊക്കെയാണ് കേട്ടോളി. ഇപ്പൊ പറഞ്ഞെന്താറിയോ, ലവാബിത്ത് വേറെ, ഷുറൂത്ത് വേറെ. ലവാബിത്ത് എന്ന് പറഞ്ഞാൽ സംഘടന ഉണ്ടായതിനു ശേഷം അത് പോകേണ്ട ചില ഡയറക്ഷൻസ് ആണ്. ഷുറൂത്ത് എന്ന് പറഞ്ഞാൽ അതില്ലെങ്കിൽ സംഘടന തന്നെ ഹറാമാകും. ഇത് രണ്ടും കൂടി കൂട്ടിക്കൊച്ച് സക്കരിയാസലായി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നാ ലവാബിത്ത് ഉണ്ടെന്നൊന്ന് പറയുങ്ങൾ, ഷുറൂത്തുള്ള വാക്ക് വിട്ടാളി. ചില വ്യവസ്ഥകൾ ഉണ്ട്, ചില ഡയറക്ഷൻസ് ഉണ്ട്, അത് പാലിക്കണം. നീ കേട്ടോളി, ഉണ്ടാക്കുന്നതിന് മുമ്പുള്ള ഡയറക്ഷൻ ആണോ ഉണ്ടാക്കുന്നതിന് ശേഷമുള്ള ഡയറക്ഷൻ ആണോ കേട്ടോളി. എന്താണ് ലവാബിത്തുകൾ? അൻ യകൂനൽ ഇജ്തിമാഉ അലൽ കിതാബി വസ്സുന്ന, കൂട്ടായ്മ ഉണ്ടാകേണ്ടത് കിതാബിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാകണം. അപ്പൊ ഉണ്ടായതിനു ശേഷമുള്ളതാ വഹദി സലഫ് സാലിഹ് വഅല്ലാ യുഅസ്സസ അലൽ അഹ്വാ, അവന്റെ പേരിൽ സ്ഥാപിക്കപ്പെടുന്നതാകരുത്. അപ്പൊ സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പോ ശേഷോ? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുക. അല്ലാ യുഅസ്സസ, ഈ കൂട്ടായ്മ സ്ഥാപിക്കപ്പെടരുത്. അലൽ അഹ്വാ, താല്പര്യങ്ങളുടെ പേരിൽ, ഹവയുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ടതാകരുത്. ഹവ എന്ന് പറഞ്ഞാൽ പ്രമാണങ്ങൾ നോക്കാതെ തന്നിഷ്ടങ്ങൾ പറയാ. പ്രമാണം എന്ത് പറഞ്ഞിടത്താലും സ്വീകരിക്കാതെ തന്നിഷ്ടത്തിലേക്ക് പോവുക, അതാ ഹവ. അസ്ഹാബുൽ ഹവ എന്ന് പറഞ്ഞാൽ അതാ, അഹ്ലുൽ ബിദ്അ വൽ അഹ്വാ എന്നൊക്കെ പറഞ്ഞതാ. ഇനി കേട്ടോ, വത്തഹസ്സുബിൽ അസ്ഹാസ്, വ്യക്തികളോടുള്ള പക്ഷപാതിത്വത്തിന്റെ മേൽ സ്ഥാപിക്കപ്പെട്ടതാകരുത്. വാഖദിൽ വലാഇ വൽ ബറാഇ അലൈഹി, സംഘടനയുടെ മേലിൽ വലാഉം ബറാഉം അതിന്റെ പേരിലും സ്ഥാപിക്കപ്പെട്ടതാകരുത്. നമ്മളൊരു സംഘടന ഉണ്ടാക്കുന്നു, ഈ സംഘടനയിൽപ്പെട്ടവരോടൊക്കെ നമുക്ക് സ്നേഹവും ബന്ധവും ഉണ്ടാകണം. നമ്മൾ ഈ സംഘടനയിൽ സഹകരിക്കാത്തവരോട് നമുക്ക് വെറുപ്പും വിദ്വേഷവും ഉണ്ടാകണം, അവരെ മാറി നിർത്തണം എന്ന രൂപത്തിൽ സ്ഥാപിക്കപ്പെടാൻ പാടില്ല. വഅല്ലാ തുഅതിയ ഹാദിഹിൽ ജമാഅത്ത് അദ്ദഅവിയ്യത ലിനഫ്സിഹാ മാ യുഅതാ ലിജമാഅത്തിൽ മുസ്ലിമീനൽ ആമ്മ, മുസ്ലിമീങ്ങളുടെ പൊതുവായ ജമാഅത്തിന്, അതായത് ബൈഅത്ത് ചെയ്യപ്പെട്ട ഒരു ഇസ്ലാമിക ഭരണാധികാരിക്കു കീഴിലുള്ള ഒരു മുസ്ലിം സമൂഹം, ആ മുസ്ലിം ജമാഅത്തിന് കൊടുക്കുന്ന പദവി, പ്രാധാന്യം ഇതിന് കൊടുക്കാൻ പാടില്ല. കൽ മുബായഅത്തിൽ ഇമാമിൽ ആം, ഇസ്ലാമിക ഭരണാധികാരിക്കുള്ള ബൈഅത്ത് പോലെ. വഅൻ യകൂന അമലു ഹാദിഹിൽ ജമാഅത്തി ദഅവിയ്യ മിമ്മാ യുഅയ്യിദുൽ ഇമാമൽ ആം, ഒരു ഇസ്ലാമിക ഭരണമുള്ള സ്ഥലത്താണെങ്കിൽ ഈ പ്രബോധക സംഘം അത് ആ നിലവിലുള്ള ഇസ്ലാമിക ഭരണാധികാരിയെ ശക്തിപ്പെടുത്തുന്നതാകണം. വയകൂന ഔനൻ ലഹു ഫിൽ വാജിബാത്തി, കണ്ടോ, അദ്ദേഹത്തിന് സഹായിയായിട്ടായിരിക്കണം, ഇസ്ലാമിക ഭരണാധികാരിക്ക് സഹായകമായിട്ടായിരിക്കണം നിലപാടുകൾ. ഫിൽ വാജിബാത്തില്ലത്തി അൽഖാഹല്ലാഹു അലാ അതിഖിഹി മിൻ ഇഖാമത്തി ശർഇല്ലാഹി ഫിൽ അർളി വൽ ജിഹാദി ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിലെ ജിഹാദ്, ശർഅ് നടപ്പിലാക്കൽ, ഇങ്ങനെയുള്ള ഇസ്ലാമിക ഭരണാധികാരി ചുമലിലുള്ള ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിൽ അദ്ദേഹത്തിന് താങ്ങും തണലുമായിട്ട് ഇത് നിൽക്കാൻ പാടുള്ളൂ. ഇത് ഉണ്ടാക്കിയതിന് ശേഷമുള്ള ഡയറക്ഷനോ ഉണ്ടാക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ടതോ തുടക്കത്തിൽ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കാൻ പോണത് നിലയിലുള്ള ഇസ്ലാമിക ഈ ജമാഅത്തിനെതിരായതല്ല. നമ്മൾ ഉണ്ടാക്കാൻ പോണ ജമാഅത്തിൽ ഭരണാധികാരിക്കുമുള്ള ബൈഅത്തില്ല. നമ്മൾ ഉണ്ടാക്കിയാൽ ഇതിന്റെ പേര് വലാഉം ബറാഉം പാടില്ല. ഇതൊക്കെ പഠിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കേണ്ടത്. അതാണ് വിഫ്ഖ ലവാബിത, ചില ലാബിത്ത്. അപ്പോ
സക്കരിയ സലാഹി ശുറൂത്ത് പറഞ്ഞത് സംഘടനയെ പൊളിക്കാനാണ്. അത് കേട്ടാൽ തന്നെ സംഘടന വേണ്ടെന്നാ തോന്നുക, സംഘടനയ്ക്ക് വിരക്തി ഉണ്ടാകും. ഇയാത്തുറാസ് എന്തിനാ പറഞ്ഞത്? ഇയാത്തുറാസിനെ പൊളിക്കാൻ പറഞ്ഞ പൊട്ടത്തരം നല്ലത് എന്താ പറയുക സുഹൃത്തുക്കളെ? ഇപ്പൊ ആരാ ശുറൂത്തിനെ പറ്റി? വിഡ്ഢിത്തമാണ്, വങ്കത്തമാണ്. വളരെ പക്വതയോടെ സംസാരിച്ചിരുന്ന, നമ്മളൊക്കെ ബഹുമാനിച്ചിരുന്ന, അവരൊക്കെ പ്രസംഗിക്കുന്ന പെന്നും കടലാസ് കൊടുത്തിരിക്കും നമ്മൾ, എന്തിനും പോയിന്റ് കിട്ടുമെന്നറിയാം. അങ്ങനത്തെ മനുഷ്യന്മാര് തരന്താ എന്ന് സംസാരിക്കുകയാണ്. അള്ളാഹു സൽബുദ്ധി തോന്നിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ. ഞാനാണോ വങ്കത്തം പറഞ്ഞത് ശുറൂത്തിന്റെ കാര്യത്തിന്? നിങ്ങൾ കണ്ടോ ഇതേതാ പുസ്തകം? ഇത് രണ്ടും ഞാൻ 2002 ജുബൈറിനതിൽ വായിച്ചതാ. ഹുക്കുമുൽ അമലുൽ ജമാഇ ഫിൽ ഇസ്ലാം, ഷെയ്ഖ് അബ്ദുള്ള സബത്തിന്റെ ബുക്കാണിത്. ഇത് അബ്ദുള്ള സബത്ത് ആരറിയോ? ലോകത്തുടനീളമുള്ള സലഫി സംഘടനകളെ കണ്ണി ചേർക്കുന്ന കണ്ണിയാണ്. ഓടി നടക്കും അദ്ദേഹം. കുവൈത്ത് പോകും, കേരളത്തിൽ വരും, നേപ്പാളിൽ പോകും, അയലദീസിനെ കാണും, എല്ലാവരും തമ്മിൽ ബന്ധിപ്പിക്കും. അങ്ങനത്തെ ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹം. വലിയ പണ്ഡിതനൊന്നല്ല. അദ്ദേഹം ഉണ്ടാക്കിയ ഈ പുസ്തകം, നമ്മൾ ഈ പുസ്തകത്തൊക്കെ പ്രാധാന്യം അബ്ദുള്ള സബത്ത് എഴുതി എന്നുള്ളതല്ല, ഖറഅഹു വ അജാസഹു ഫളീലത്തു ശൈഖ് സാലിഹ് ബിൻ ഫൗസാൻ ബിൻ അബ്ദുല്ലാ അൽ ഫൗസാൻ. ഇത് വായിച്ച് അംഗീകാരം കൊടുത്തത് സാലിഹുൽ ഫൗസാനാണ്. അതുകൊണ്ട് അത് വായിക്കണേ. ഇതിൽ കേൾക്കണം, നിങ്ങൾക്ക് കേട്ടോളൂ. ഇതാ ലവാബിത്തു തജമ്മുഇ ശർഈ, ശർഈയായ കൂട്ടായ്മയുടെ നിബന്ധനകൾ അല്ലെങ്കിൽ വ്യവസ്ഥകൾ. അവി തആവുനിൽ മശ്റൂ അവിൽ അമലിൽ ജമാഇ, വ്യവസ്ഥകളാണ്. എന്താ വ്യവസ്ഥകൾ? ഉണ്ടാക്കിയ ശേഷമുള്ള ഡയറക്ഷനാന്നാ പറഞ്ഞ് കേട്ടോളിട്ടോ. അൽ ഇജ്തിമാഉ വൽ ബിർരി വത്തഖ്വ, സംഘം ചേരേണ്ടത്, കൂട്ടായ്മയാകേണ്ടത് പുണ്യത്തിലും ഭക്തിയിലുമായിരിക്കണം. അത് ഉണ്ടാക്കിയതിനു ശേഷം പിന്നെ വേദന കൊടുക്കേണ്ടതാ. എന്നിട്ട് വതആവുനൽ ബിർരി വത്തഖ്വ. 2 അദ്ദഅവതു ഇലൽ കിതാബി വസ്സുന്ന അലാ ഫഹ്മി സലഫ്, കിതാബിലേക്കും സുന്നത്തിലേക്കുമുള്ള ക്ഷണമാണ് സലഫുകൾ മനസ്സിലാക്കിയതുപോലെ. ലവാബിത്ത് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. ശുറൂത്ത് അങ്ങനെയല്ല, ഒഴിഞ്ഞ ഹറാമാവുന്നു. അത് ഒഴിഞ്ഞാലും കുഴപ്പമില്ല അല്ലേ? കിതാബിലേക്ക് ക്ഷണിക്കുക, സുന്നത്തിലേക്ക് ക്ഷണിക്കാം, അത് ഒഴിവായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ വേണമെന്നൊരു ഡയറക്ഷൻ ഒക്കെ ഉണ്ട് എന്നുള്ളൂ, ഷർത്തൊന്നുമല്ല. കേട്ടോളി. ഇനി 3-ാമത്തത് അല്ലാത്തതു ഇലാ മഅസിയത്തിൻ വലാ തൻസുറു അസബിയത്തൻ, ഒരു കുറ്റകരമായ കാര്യത്തിലേക്ക് ക്ഷണിക്കുന്നതോ ഒരു പക്ഷപാതിത്വത്തെ സഹായിക്കുന്നതോ ആകരുത്. അങ്ങനെ ഡയറക്ഷനൊക്കെ ഉണ്ട്, പക്ഷെ അത് അത്ര നമ്മൾ പാലിച്ചോളണമെന്നൊന്നുമില്ല. കുറച്ച് പക്ഷപാതിത്വം ഉണ്ടായാലൊന്നും കുഴപ്പമില്ല. ലവാബിത്തല്ലേ, ഷർത്തൊന്നല്ലല്ലോ. ഇനി അടുത്ത് കേട്ടോളി. അൻയുഖിറഹു അകാബിറുൽ ഉലമാഇ മിൻ അഹ്ലി സുന്നത്തി വൽ ജമാഅ, ആ കാലഘട്ടത്തിലെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽ അകാബിറായ പണ്ഡിതന്മാർ അത് അംഗീകരിക്കണം. അതിനെ നമ്മൾ മൻഹജ് എഴുതി തയ്യാറാക്കി ഗൾഫിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. ഇവിടെ അകാബിറുൽ ഉലമ ഇവിടെ ഉണ്ടോ? അകാബിറുൽ ഉലമ അഹ്ലു സുന്ന ആ കാലഘട്ടത്തിൽ അകാബിറുൽ ഉലമ അംഗീകരിക്കണം. ഞങ്ങൾ ഇങ്ങനെ സെൽഫികൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുണ്ട്, അതിന്റെ മൻഹജ് ഇതാണ്, ഓല അംഗീകരിക്കണം. ഇത് പിന്നെ വേണമെങ്കിൽ അവർക്ക് പറയാം, ഒഴിവാക്കിയാലും കുഴപ്പമില്ല, കാരണം വലിയ ഗുണമൊന്നും കിട്ടൂല അപ്പുറത്ത് എന്നാല്. അതുകൊണ്ട് ഇനി കേട്ടോളി. അല്ലാത്ത മുസ്ലിമീൻ, അവിടെയുള്ള ഇസ്ലാമിക ഭരണാധികാരിക്കുള്ള അനുസരണത്തെ ഇത് ലംഘിക്കരുത്. നമ്മൾ ഇനി സംഘടന ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനി നമ്മളെ നേതൃത്വത്തെ അംഗീകരിച്ചാൽ മതി, നിങ്ങൾ ഭരണാധികാരിനൊന്നും ഇനി അംഗീകരിക്കേണ്ടതില്ല, ആ താഴത്തൊക്കെ ഇങ്ങോട്ട് കൊടുത്താൽ മതി എന്ന് പറയാം. അത് ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല, ലവാബിത്തല്ലേ, ആണോ? ഇനി കേട്ടോളി. അല്ലാത്ത കൂനലതൈഹിം ബൈഅത്ത് ഉണ്ടാകാൻ പാടില്ല. അവിടെ ശൈഖ് അവറുകൾ പറഞ്ഞു വയുസ്തറത്തു ലിഹാദ തജമ്മുഅ്, കണ്ടോ അത് മാത്രമേ ഷർത്തുള്ളൂ. ഷർത്ത് എങ്ങനെയാ ലവാബിത്തിൽ വന്നത്? അപ്പൊ ഷർത്തും ലവാബിത്തും യോജിക്കുന്ന ചില പോയിന്റുകൾ ഉണ്ട്. ചില ലവാബിത്തിനൊക്കെ ഷർത്ത് എന്ന് പറയാ അല്ലേ? ആദ്യ ഒരു അബദ്ധം പറഞ്ഞ അത് തെറ്റാന്ന് സമ്മതിക്കലാണ് സലഫിയുടെ സ്വഭാവം. ന്യായീകരിച്ച വീണ്ടും മശറാവുള്ളൂ. വയുസ്തറത്തു ലിഹാദ തജമ്മുഅ്, ഈ കൂട്ടായ്മക്ക് ഷർത്താണ് ഖുലുഫുഹു മിനൽ ബൈഅത്ത്, ബൈഅത്തുകളിൽ നിന്ന് അത് ഒഴിവാകണം. ലിഅന്നൽ ബൈഅത ലാ തകൂനു ഇല്ലാ ലിഇമാമിൻ മുഅ്തബരിൻ ഹാക്കിം, ഭരണാധികാരിയായ പരിഗണനീയമായ നേതാവിനല്ലാതെ ബൈഅത്തില്ല. അമ്മാ റുഅസാഉൽ ജമാഅത്തി, സംഘടനകളുടെ നേതാക്കൾ ഫഹഉലാഇ യുതാഊന ബിൽ മഅറൂഫ്, അവർ നല്ല കാര്യങ്ങൾ അനുസരിക്കപ്പെടാം, പക്ഷേ ദൂന ബൈഅത്തിൻ, ബൈഅത്തിന്റെ അടിസ്ഥാനത്തിൽ അനുസരണാകരുത്. മെമ്പർഷിപ്പ് പറഞ്ഞ ഒരു ബൈഅത്താണ്, ബൈഅത്തിന് തുല്യമാണ്. അത് ചെറിയ ബൈഅത്താണ്, വലിയ ബൈഅത്തല്ലെങ്കിലും ഇയാളെന്താ പറഞ്ഞത്? ബൈഅത്ത് ഒഴിവാക്കണം എന്നാണ്. കേട്ടോളി. വലാ യുഖാലു നുഫർരിഖു ബൈന ബൈഅത്തിൽ ഖലീഫ ബൈഅത്തി റഈസുൽ ജമാഅ, ഇസ്ലാമിക ഗവൺമെന്റിനുള്ള ബൈഅത്തും സംഘടനാ നേതാക്കളുടെ ബൈഅത്തും രണ്ടും രണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. ഫനഖൂൽ, നമുക്ക് പറയാനുള്ള തർക്കു ഔല, അത് ഒഴിവാക്കലാ നല്ലത്. സദ്ദൻ ലിദ്ദരിയത്തി വമൻഹൽ ലിത്തഹസ്സുബി, കണ്ടോ? അതിലൂടെ പല ഫിത്നയും കടന്നു വരാനുണ്ട്, തഹസ്സുബ് ഉണ്ടാവും. അപ്പോ ബൈഅത്ത് അല്ല മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാലും അത് ഒഴിവാക്കലാ നല്ലതെന്ന് ആര് പറഞ്ഞത്? അബ്ദുള്ള സബത്ത്
പറഞ്ഞിട്ടുള്ളത്. ഇനി ഏഴാമത്തെ ലാബിത്തത, അതിന്റെ എല്ലാ മാർഗരീതികളിലും ശരീഅത്ത് മുറുകെ പിടിക്കണം. അനിവാര്യമായും ശരീഅത്ത് അത് ലാബിത്താണ്. വേണമെങ്കിൽ മുറുകെ പിടിച്ചാൽ മതി, പിടിച്ചോളൊന്നൊന്നുമില്ല. ലാബിത്തല്ലേ, ഷർത്താണെങ്കിലേ പ്രശ്നം. ഷർത്തില്ലല്ലോ ശരീഅത്ത് മുറുകെ പിടിക്കണം. എന്തായി പറയണത് സുഹൃത്തുക്കളെ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇത് ശൈഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഫത്വകളിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണ്. കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുക, ഹക്കിലേക്ക് ക്ഷണിക്കാൻ ഒരു പ്രൊഫൈൽ, ഒരു മുഖക്കുറിപ്പ് മാത്രം ഉണ്ടായാൽ മതി. അതാരവിടെ പറയാത്ത മടവൂരികളും പറഞ്ഞ് കിതാബിലേക്കും സുന്നത്തേക്ക് ഞങ്ങൾ ക്ഷണിക്കണമെന്ന. ഇത് ആരംഗീകരിച്ചതാ? ഇബ്നു ബാസ് അംഗീകരിച്ചതാ. ഇബ്നു ബാസ്, അൽബാനി, ഫൗസാൻ, സാലിഹിൻ 4 ആൾ അംഗീകരിച്ചതാ. അതിലാണ് ഈ ലവാബിത്ത് പറഞ്ഞത്. അപ്പൊ എല്ലാവരും അംഗീകരിച്ചിട്ടില്ല. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും സത്യാന്വേഷണ മനസ്ഥിതിയോടെ കാര്യങ്ങളെ സമീപിക്കുക എന്ന ഉദ്ദേശത്തിലല്ല. ഇനി ഇബ്നു ബാസിനോടൊരു ചോദ്യം കേട്ടോളൂ നിങ്ങൾ. സുഡാനിലുള്ള ആളുകൾ, ഇബ്നു ബാസ് മരിച്ചിട്ട് എത്ര കൊല്ലായി? 15 കൊല്ലം ഉണ്ടാവില്ലേ? അല്ലേ? 15 കൊല്ലായിരുന്നു അദ്ദേഹം മരിച്ചിട്ട്. അതിന് മുമ്പത്തെ ചോദ്യമാണല്ലോ. അന്ന് സുഡാനിലുള്ള ഒരു കൂട്ടര് ഷെയ്ഖ് സമാഹത്തുൽ വാലിദ് ഷെയ്ഖുൽ അല്ലാമ അബ്ദുൽ അസീസ് ഇബ്നു ബാസ് അദ്ദേഹത്തിന് വന്ന ചോദ്യമാണ്. എന്താ ചോദ്യം എന്നറിയോ? فنحن مجموعة من الدعاة وطلبة العلم الشرعي بالسودان ബിഹംദില്ലാഹ്. സൗദാനിലുള്ള ശർഈയായ ഇൽമു പഠിക്കുന്ന കുറച്ച് വിദ്യാർത്ഥികളും പ്രബോധകരുടെയും ഒരു സംഘമാകുന്നു ഞങ്ങൾ. മന്നല്ലാഹു തആല അലൈനാ ബിഅഖീദത്തി വ മൻഹജ് സലഫി സാലിഹ്. സലഫ് സാലിഹുകളെ മൻഹജ് കൊണ്ടും അഖീദ കൊണ്ടും അല്ലാഹു ഞങ്ങളെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ അഖീദ മൻഹജൊക്കെ ഉള്ള കൂട്ടരാണ്. ഫി തൗഹീദിൽ ഇബാദത്തി വൽ അസ്മാഇ വസിഫാത്ത് വഗൈരി ദാലിക. തൗഹീദുൽ അസ്മാഇ സിഫാത്തിലൊക്കെ. വഹദഫുന ഞങ്ങളുടെ ലക്ഷ്യം ഹുവ തലബുൽ ഇൽമി ശർഈ, ശർഈയായ ഇൽമു തേടലാണ്. വനശ്റുഹു ബൈനന്നാസ് ജനങ്ങൾക്കിടയിൽ അത് പ്രചരിപ്പിക്കലുമാണ്. വദഅവതു ഇലല്ലാഹി തആല അലാ തരീഖത്തി സലഫ്, സലഫുകളുടെ മാർഗ്ഗത്തിൽ അല്ലാഹുവിലേക്കുള്ള ദഅവത്ത് നടത്തലുമാണ്. ഫി മറാകിസ മുഖ്തലിഫതൻ ഫി അൻഹാഇൽ ബിലാദ്, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മർക്കസുകളിലൂടെ. വതഅലീമുൻ നാസി ഉമൂറ ദീനിഹിം ഫി തൗഹീദി വഅർകാനിൽ ഇസ്ലാം വഗൈരി ദാലിക, ദീനിന്റെ അർക്കാനുകളെ പറ്റിയും തൗഹീദിനെ പറ്റിയും ദീനിന്റെ മറ്റു കാര്യങ്ങളും ജനങ്ങൾക്ക് പഠിപ്പിക്കലുമാണ് ഞങ്ങളുടെ ഉദ്ദേശം. വമുഹാറബത്തു ശിർകി വൽ ബിദഅ, ശിർക്ക് വിദഅത്തുകൾക്കെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ ലക്ഷ്യം. വദ്ദഅവതു ഇലൽ തമസ്സുക് ബിൽ കിതാബി വസ്സുന്ന അലാ ഫഹ്മി സലഫ് സാലിഹ്, സലഫ് സാലിഹ് ഗ്രഹിച്ചതുപോലെ കിതാബും സുന്നത്തും മുറുകെ പിടിക്കണം എന്നതിലേക്കുള്ള ദഅവത്തും. വഗർസുൽ ഫളീലത്തി മുഹാറബത്തുർ റദീല, നല്ല കാര്യങ്ങൾ ജനങ്ങളിൽ നട്ടു വളർത്തുകയും ചീത്ത കാര്യങ്ങളോട് പോരാടുകയും ചെയ്യണം. വതർബിയത്തുൻ നാസി അലാ മകാരിമിൽ അഖ്ലാഖ് വന്നഅ്യു ബിഹിം അൻ നറാദിലിഹ, നല്ല സ്വഭാവങ്ങളിൽ അനുസരിച്ച് ജനങ്ങളെ തർബിയ ചെയ്തെടുക്കുക, ചീത്ത സ്വഭാവങ്ങളിൽ ജനങ്ങൾ അകന്നു നിൽക്കണം. വനതആവനു മഅ കാഫത്തി മൻ യഅമലു ഫീ ഹഖ്ലി ദഅവതി ഇലല്ലാഹി തആല ഫീമാ വാഫഖ ഫീഹിൽ ഹഖ് വസ്സവാബ്, സത്യത്തോടും ശരിയോടും യോജിക്കുന്ന തരത്തിൽ ദഅവത്ത് നടത്തുന്ന എല്ലാ കക്ഷികളുമായും ഞങ്ങൾ സഹായ സഹകരണങ്ങൾ നൽകുന്നതാണ്. തആവുൻ ശർഈ ഞങ്ങൾക്ക് ഉണ്ടാകും കേട്ടോ. ഇനിയോ അതുപോലെ രണ്ടാമത്തെ ഷർത്ത്, ഒന്ന് ഞങ്ങൾ പണ്ഡിതന്മാരുടെ തലബത്തുൽ ഇൽമും ദുആത്തുമാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരോടും ദഅവത്തിന്റെ രംഗത്ത് എല്ലാവരോടും ഹക്കിൽ സഹകരിക്കും. തആവുൻ ശർഈൻ ലിഖൗലി തആല വതആവുൽ ബിർരി വത്തഖ്വ ബഈദൻ അനി തകത്തുലാത്തിൽ ഹിസ്ബിയ്യ, കച്ചിത്വത്തിന്റെ പേരിൽ ബ്ലോക്കുകളായി നിൽക്കലുണ്ടല്ലോ, അതിന് ഞങ്ങൾ അകന്നു നിൽക്കും. വതഅസ്സുബിൽ ജിജാലി വത്തൻളീമാത്ത്, ചട്ടക്കൂടുകൾക്കും വ്യക്തികൾക്കും വേണ്ടി പക്ഷപാതിത്വം കാണിക്കുക, അതൊന്നും ഞങ്ങൾ അകന്നു നിൽക്കും. വഅഖബിൽ വലാഇ വൽ ബറാഇ അലാ ദാലിക, കച്ചിയുടെ പേരിൽ വലാഉം ബറാഉം സ്ഥാപിക്കൽ, അതിൽ ഞങ്ങൾ അകന്നു നിൽക്കും. വഇന്നമാ നുഹിബ്ബു ഫില്ലാ വനബ്ഗദു ഫില്ലാ, ഞങ്ങൾ അല്ലാഹുവിന്റെ പേരിൽ സ്നേഹിക്കും, അല്ലാഹുവിന്റെ പേരിൽ വെറുക്കും. വനുവാലി ഫില്ലാ വനുആദി ഫില്ലാ, അല്ലാഹുവിന്റെ പേരിൽ ബന്ധം സ്ഥാപിക്കും, അല്ലാഹുവിന്റെ പേരിൽ ശത്രുത കാണിക്കും. അലാ മൻഹജി സലഫ് സാലിഹ്, സംഘടനയുടെ പേരിൽ വലാഉം ബറാഉം ഉണ്ടാവൂല. അൽ ഹുബ്ബു ഫില്ലാ വൽ ബുഗ്ദ് അത് അടുത്ത ഷർത്താ. വനഅമലു അലാ ഇൻശാഇൽ മറാകിദി തഅലീമിയ്യ, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പഠനാവശ്യാർത്ഥമുള്ള ചില മർക്കസുകൾ സ്ഥാപിക്കാനാണ്. വലിഹാദാ അൻശഅനാ ഹൈഅത്തൻ സലഫിയ്യത്തൻ ഇൽമിയ്യത്തൻ, അതിനുവേണ്ടി ഞങ്ങൾ ഒരു സലഫി സംഘം ഉണ്ടാക്കിയിട്ടുണ്ട്. തളുമ്മു മജ്മൂഅത്തൻ മിൻ ഖിരീജിൽ ജാമിഅത്ത്, ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ളവര് ജാമിയ അറബി സൗദി അറേബ്യയിലെ ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബിരുദം നേടിയിട്ടുള്ളവർ മാത്രമാണ്. ബിൽ മംലക്കത്തിൽ വമിമ്മൻ തതലമ്മദു അലാ കിബാരി മശായിഖ് ദഅവത്തി സലഫിയ്യ, കണ്ടോ, സൗദി അറേബ്യയിലുള്ള ഉന്നത പണ്ഡിതന്മാരുടെ ശിഷ്യന്മാരായിട്ടുള്ളവരാണ്. ഫിൽ ആലമിൽ ഇസ്ലാം, സൗദി അറേബ്യയിലല്ല, ലോക നാനാഭാഗത്തുമുള്ള ലോക പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു നേടിയിട്ടുള്ളവരാണ് ഞങ്ങൾ ഈ കമ്മിറ്റിയിലുള്ളത്. പണ്ഡിതന്മാർ മാത്രമേ ഉള്ളൂ, അത് ഉന്നത പണ്ഡിതന്മാർ, അവരാണ് ഈ ഹൈഅയിലുള്ളത്. ഞങ്ങളെ സംഘടനയുടെ പേര് ജംഇയ്യത്തുൽ കിതാബി വസ്സുന്നത്തുൽ ഖൈരിയ്യ അല്ലത്തി മഖറു അൽ ഖുർത്തും, ഖുർത്തും എന്ന സുഡാനിലെ സ്ഥലമാണ് ഞങ്ങളെ കേന്ദ്രം. ഫഹൽ ഹുനാലിക മഹ്ദൂറുൻ ശർഈയ്യുൻ ഫിൽ അമലി അലാ തഹ്ഖീഖി ഹാദിഹിൽ അഹ്ദാഫിൽ മദ്കൂറ മിൻ ഖിലാലിൽ ജംഇയ്യത്തി ആനിഫത്തി ദിക്ർ,
മേൽപ്പറഞ്ഞ ജമിയത്തിലൂടെ മേൽപ്പറഞ്ഞ ഞങ്ങളിപ്പോൾ പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിനു വേണ്ടി ഞങ്ങൾ കൂട്ടായി പ്രവർത്തിക്കുന്നതിന് ശരഈയായ വല്ല തടസ്സവുമുണ്ടോ? ദൂനൽ ഇൽതിസാമി ബിതർലീമി ജമാഅത്തി മുഅയ്യനത്തിൻ ബിസുഡാൻ. സുഡാനിൽ കുറേ പാർട്ടികളുണ്ട്, ഇസ്ലാമിക് പാർട്ടികൾ. അവരുടെ തൻലീമുകളോടൊന്നും ഞങ്ങൾ എന്ത് ചെയ്യൂല, ഞങ്ങൾ അതിലൊന്നും ഉൾപ്പെടൂല, അത് ഞങ്ങൾ കൊണ്ടുവരൂല. ഞങ്ങൾ അതിന് കാരണം എന്താ? ലിമാ ലദൈന അലൈഹാ മിൻ മുലാഹളാത്തിൻ ഹാമ്മ. അതിനെപ്പറ്റിയൊക്കെ ഞങ്ങൾക്ക് പല വിമർശനങ്ങളും അവരെ ആ തൻലീമാത്തിലൊക്കെ ഉണ്ട്. അതുകൊണ്ട് അതൊന്നും ഞങ്ങൾ തുടരൂല. മഅൽ ഇഹ്തിഫാൽ ബി ഉഖുവത്തിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സാഹോദര്യം ഞങ്ങൾ മുറുകെ പിടിക്കും. വതആവുനി മഅഹും അലൽ ഹഖ്, നല്ല കാര്യങ്ങളൊക്കെ അവരോട് സഹകരിക്കും. പക്ഷെ അവരെ സെറ്റപ്പ് ഒന്നും ഞങ്ങൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. എല്ലാ ഷർത്തുകളും എടുത്തു പറഞ്ഞു. ഞങ്ങൾ പണ്ഡിതന്മാരാണ്, വലാവ് ബറായിന്റെ പേരിൽ ഉണ്ടാവില്ല, ഞങ്ങളുടെ സ്നേഹം അള്ളാന്റെ പേരിലായിരിക്കും അല്ലേ, എല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെയുള്ളൊരു സംഘടന ഉണ്ടാക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഷെയ്ഖിന്റെ മറുപടി കേട്ടോളൂ. ഹംദും സലാത്തും പറഞ്ഞിട്ട് പറയാ, ഫഹാദൽ മൻഹജുൽ ലദീ ദകർതും മഅലാഹു ഫി ദഅവതി ഇലല്ലാഹ് വതൗജീഹി الناس الى الخير على هدي الكتاب والسنه وطريق سلف الامه منهج صالح നൂസിക്കും ബിൽതിസാമതിഹി വൽഇസ്തിഖാമതി അലൈഹി. നിങ്ങൾ മേൽ പറഞ്ഞ ദഅവത്തിലും ജനങ്ങളെ നന്മയിലേക്കും കിതാബിലേക്കും സുന്നത്തിലേക്കും സലഫുകളുടെ മാർഗത്തിലേക്കും ക്ഷണിക്കുന്നതിന് നിങ്ങൾ വെച്ചിട്ടുള്ള ഈ മൻഹജ് ഉണ്ടല്ലോ, അത് ശരിയായ മൻഹജാണ്. അത് മുറുകെ പിടിക്കണമെന്ന് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. നിങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കണം. വതആവുനി മഅ ഇഖ്വാനികും ദുആത്തി ഇലല്ലാഹി ഫിസ്സൂദാൻ. അള്ളാഹിന്റെ മാർഗത്തിലേക്ക്, അള്ളാഹുവിലേക്ക് ദഅവത്ത് നടത്തുന്ന സുഡാനിലെ മറ്റുള്ള പ്രബോധകന്മാരുമായി നിങ്ങൾ സഹകരിക്കണം. ഫീമാ യുവാഫിഖുൽ കിതാബ വസുന്ന, കിതാബിനോട് സുന്നത്തിനോട് യോജിക്കുന്ന കാര്യത്തിൽ. വമാ ദറജ അലൈഹി സലഫുൽ ഉമ്മ ഫീ ബയാനി തൗഹീദില്ലാഹി വഅദില്ലതിഹി വതഹദീരി മിന ശിർക്ക് വസായിലിഹി വതഹദീരി മിനൽ ബിദ്അ വഅൻവാഇൽ മആസി ബിൽ അദില്ലത്തി ശർഇയ്യ വൽ ഉസ്ലൂബിൽ ഹസൻ. തൗഹീദ്, ശിർക്കിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ, ബിദ്അത്ത്, തെറ്റ് കുറ്റകൃത്യങ്ങൾ, ഇതിലേക്കൊക്കെയുള്ള ഇതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് ദഅവത്താണ്. അതിനെക്കുറിച്ചൊക്കെ മുന്നറിയിപ്പ് നൽകുന്ന ദഅവത്താണല്ലോ. ആ കാര്യത്തിൽ നിങ്ങൾ മറ്റ് ദഅവത്ത് സംഘടനകളോടൊക്കെ നല്ല കാര്യങ്ങളിൽ നിങ്ങൾ സഹകരിക്കണം. പിന്നെ ശൈഖ് ഇതൊക്കെ ഓതുകയാണ്, അങ്ങനെ ആയത്തും മറ്റൊക്കെ തെളിവ് പറയാണ്. നോക്കൂ, നിങ്ങൾ പണ്ഡിതന്മാർ കൊടുത്ത ചോദ്യം അത്. സംഘടന ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചില നിബന്ധനകളൊക്കെ ഉണ്ടെന്ന് അവർക്കറിയാം. എന്താ ശൈഖ് പറഞ്ഞത്? ഇതെല്ലാം അബദ്ധങ്ങളാണ്, ഇതെല്ലാം വങ്കത്വങ്ങളാണ്. എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? കിതാബിലേക്കും സുന്നത്തിലേക്കും ക്ഷണിക്കുന്ന ഒറ്റ പ്രൊഫൈൽ ഉണ്ടായാൽ പോരെ എന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഈ പറഞ്ഞതാണ് ശരിയായ മൻഹജ്. ഇങ്ങനെയാണ് സംഘടന ഉണ്ടാക്കേണ്ടത്. ഇത് നിങ്ങൾ മുറുക്കെ പിടിക്കണം, അതിൽ ഉറച്ചു നിൽക്കണം. ഒരാൾ പ്രസംഗിച്ച് എന്താണെന്നറിയോ? ശൈഖ് അവറുകൾ ഇതല്ലാത്തൊരു ഫത്വ ആർക്കും കൊണ്ടുവരാൻ സാധിക്കും? ഇബ്നു ബാസിന്റേത്, ഇബ്നു ബാസിന്റെ ഫത്വ മുഴുവൻ ഒരു കലക്കി കുടിച്ച മതിയാ. ഇബ്നു ബാസിന്റെ ഫത്വകളിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തതാണിത്. എന്റെ സുഹൃത്തിനോട് എനിക്ക് ഇന്നും ബഹുമാനമുണ്ട്. അയാൾ ആരോ, ഇവിടെ ചില ആളുകൾ തമ്മിൽ തല്ലിക്കണ്ടല്ലോ, അതുമാതിരി ഞങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി അവിടെ ചില ആളുകൾ പ്രവർത്തിച്ചതാ, അങ്ങനെ പറഞ്ഞ് കയറ്റി പറയിപ്പിച്ചതാ. ഇവരെ പരിപാടി പണ്ഡിതന്മാരെ തമ്മിൽ തല്ലിച്ചിട്ട് ബാക്കിലിക്കുക, എന്നിട്ട് കളിക്കാർ പുറത്തു വരട്ടെ. അതാ ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ശുറൂത്തുകൾ സക്കരിയ സലാഹി പുതുതായിട്ട് കൊണ്ടുവന്നതൊന്നുമല്ല, അതുള്ളത് തന്നെയാണ്. അത് ഫൗസാൻ അംഗീകരിച്ചിട്ടുണ്ട്, ഇബ്നു ബാസ് അംഗീകരിച്ചിട്ടുണ്ട്, അൽബാനി അംഗീകരിച്ചിട്ടുണ്ട്, എല്ലാവരും അംഗീകരിച്ചിട്ടുണ്ട്. ആ ശുറൂത്തുകൾ പാലിക്കണം. ഇനി നിങ്ങൾ നോക്കൂ, ഈ ഹുക്മുൽ അമലിൽ ജമാഇ എന്ന ഈ പുസ്തകത്തിൽ തന്നെ ഇത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഈ ശുറൂത്ത് എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഇവിടെ അൻസാർ സുന്നത്തുൽ മുഹമ്മദിയ്യ അവർ എഴുതിയൊരു കത്ത് അബ്ദുല്ലാ സബത്ത് എടുത്തു കൊടുക്കുന്നുണ്ട്. അത് മജല്ലത്ത് അൽ അസാല, അൽബാനിയുടെ ശിഷ്യന്മാർ നടത്തിയിരുന്ന ഒരു മാസിക അല്ല, ദ്വൈമാസിക. അവരിങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല, ആവശ്യമുള്ളപ്പോൾ ഇറക്കുക എന്നുള്ളതാ. മാസിക വാരിക എന്ന് പറഞ്ഞാൽ സമയത്തിന് ഇറക്കണതിൽ വലിയ താല്പര്യമല്ല. അപ്പോൾ പലതും കുത്തിയറച്ച് ഇറക്കേണ്ടി വരുള്ളൂ, ആവശ്യമുള്ള പറിക്കാൻ മതി അവരുടെ നിലപാട്. മനസ്സിലായില്ലേ? അങ്ങനെ ഇറക്കുന്ന ഒരു സാധനമാണ് അൽ അസാല. അൽ അസാലിയുടെ മുഹറം മാസം 1418 ലക്കത്തിൽ ഇങ്ങനെ അൻസാർ സുന്നക്കാരുടെ കത്താണ്. അതിൽ അവസാനം പറയുന്നത്, ഇത് ഇവന് സബത്ത് എടുത്തു കൊടുത്താട്ടോ, ഖുലാസത്തുൽ അംർ, ചുരുക്കി പറഞ്ഞാൽ التكتل والتجمع في سبيل العمل بالإسلام الذي كان عليه الرسول صلى الله عليه وسلم أمر واجب لا يختلف فيه اثنان ولا ينتطي فيه ألذان. ഇസ്ലാമിക പ്രവർത്തനത്തിന്റെ മാർഗത്തിൽ കൂട്ടായ്മയുണ്ടാവുക, കൂട്ടുചേർന്ന് സംഘമായി പ്രവർത്തിക്കുക എന്നത് റസൂലും സഹാബത്തും കാണിച്ചതാണ്. അത് ഒറ്റപ്പെട്ടല്ലേ പ്രവർത്തിച്ചത്, കൂട്ടായല്ലേ പ്രവർത്തിച്ചത്. അത് വാജിബായ കാര്യമാണ്, അതിലാരും തർക്കിക്കൂല. കമാ യുഖാൽ بل لن تقوم قائمة المسلمين ولن يتحقق المجتمع الإسلامي ولن تقوم الدولة الإسلامية إلا بمثل هذا التجمع. ഒരു ഇസ്ലാമിക സമൂഹം രൂപപ്പെടണമെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യം രൂപപ്പെടണമെങ്കിലും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ആവശ്യമാണ്, അല്ലെങ്കിൽ കൂട്ടായ്മ അല്ലാത്തതൊന്നും നടക്കൂല. ലാക്കിൻ, പക്ഷേ, ഷുറൂത്തുഹു, എന്താണ്
ഷുറൂത്ത്, അതിന്റെ ഷർത്തുകൾ എന്താ? അല്ലാ യകൂന അസബിയ്യതൻ ലിശഖ്സിൻ, ഒരു വ്യക്തിക്ക് വേണ്ടിയുള്ള അസബിയ്യത്താകാൻ പാടില്ല. ഔ ലിതായിഫത്തിൻ ദൂന ഉഖറ, ഒരു ഗ്രൂപ്പിന് വേണ്ടിയുള്ള അസബിയ്യത്താകാൻ പാടില്ല. വഇന്നമ തഅസ്സുബു ലില്ലാഹി ഫീമാ ജഅലില്ലാഹി വറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മൻഹജി സലഫ് സാലിഹ്. പ്രമാണങ്ങളോട് മാത്രമേ തഅസ്സുബ് പാടുള്ളൂ, വ്യക്തികൾക്കോ ഗ്രൂപ്പുകൾക്കോ വേണ്ടി തഅസ്സുബ് പാടില്ല. അത് ഈ കൂട്ടായ്മയുടെ ഷർത്താണ്. അപ്പൊ ഷർത്തുണ്ടോ അല്ലേ? ഷർത്ത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇല്ലാത്തൊരു പുതിയ വിഷയം പറഞ്ഞാൽ സുഹൃത്തുക്കളെ ഇവിടെ പറയാണ്. മാത്രല്ല ഈ ഷർത്ത് പറയുന്നിടത്ത് അമീറിന്റെ കാര്യം പറയുന്നുണ്ട്. ഒരു അമീർ വേണം. അമീർ ആരായിരിക്കണം? ഈ പുസ്തകമാണ് അദ്ദേഹം വായിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്, അൽ അഖല്ലിയാത്തുൽ മുസ്ലിമ. അമീർ വേണമെന്ന് പറഞ്ഞെടുത്ത് ഷെയ്ഖ് ഹുസൈമീന്റെ ഒരു ഫത്വ വായിച്ചു. ന്യൂനപക്ഷമായി മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ അവരൊരു സംഘടന ഉണ്ടാക്കണം, ദഅവത്തിനു വേണ്ടി കൂട്ടായ്മയുണ്ടാക്കണം എന്നൊക്കെ ഷെയ്ഖ് ഹുസൈമീൻ പറയുന്നുണ്ട്. അത് പറയുന്ന ശേഷം അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, അവർക്കൊരു അമീർ വേണം. ആ ഭാഗം ഞാൻ വായിക്കാം. അദ്ദേഹം വായിച്ചത് ഞാൻ വബിനാഅൻ അലാ ദാലിക അറാ അന്നഹു ലാ ബുദ്ദ അൻ തുകവ്വിന അൽ അഖല്ലിയാത്തു ജമാഅത്തൻ തദ്ഉ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു സംഘം, ന്യൂനപക്ഷങ്ങൾ ഉണ്ടാക്കേണ്ടത് അനിവാര്യമാണ്. മുസ്ലിമീങ്ങൾക്ക് ഭരണമില്ലാത്ത അമുസ്ലിം രാജ്യങ്ങളിൽ ജീവിക്കുന്ന ആളുകളാ ഞങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കൂട്ടായ്മ ഉണ്ടാക്കൽ അനിവാര്യമാണ്. വഅൻ യകൂന ലഹും അമീറുൻ, അവർക്കൊരു അമീർ ഉണ്ടായിരിക്കണം. യർജിഊന ഇലൈഹി, അദ്ദേഹത്തിലേക്ക് മടങ്ങിച്ചെല്ലാൻ. ഇതിനകത്തെ അർത്ഥം പറഞ്ഞാലോ, ഒരു നേതൃത്വം വേണം, ഒരു നേതാവ് വേണം. കണ്ടോ, സംഘം വേണം, സംഘടന വേണം, നേതൃത്വം വേണം എന്നാ പറഞ്ഞത്. എന്നിട്ട് അതിന്റെ ശേഷം ഒരു വാചകം, അവിടെ ഒരു ഉരുളൽ, അലാമാ വസഫ്തുഹു ഫീ കലാമി അസ്സാബിഖ്, ഞാൻ എൻ്റെ കഴിഞ്ഞ സംസാരത്തിൽ സൂചിപ്പിച്ച നിബന്ധനകളോടെ, ആ പറഞ്ഞ വിശേഷണങ്ങളോട് കൂടിയ അമീർ. അതെന്താണെന്നറിയോ? അത് നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. തൊട്ടിപ്പുറത്തെ പേജിൽ ആരായിരിക്കണം അമീർ എന്ന് പറയുന്നുണ്ട്, കേട്ടോളി. അമീർ ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്കൊരു അമീർ വേണം, മടങ്ങിച്ചെല്ലാൻ നിങ്ങൾ പറഞ്ഞല്ലോ, അപ്പൊ എന്തൊക്കെയാണ് അയാളെ സിഫത്തുകൾ, എങ്ങനത്തെ ആളെ ഞങ്ങൾ നേതാവാക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞ ഖുവ്വത്തു വൽ അമാന, ശക്തിയും വേണം അമാനത്തും വേണം. എന്നിട്ട് അദ്ദേഹം പറയാ വഇൻതമാ അഖൂലു ഖവിയ്യുൻ അമീൻ, നേതാവ് അമീർ ഖവിയ്യുൻ അമീൻ ആകണമെന്ന് ഞാൻ പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം ഫഇന്ന ഹാദാ യസ്തൽജിമു അൻ യകൂന അലീമൻ, അയാൾ നല്ല അറിവുള്ള ആളായിരിക്കണം എന്നാണ് അതിനെ ഉദ്ദേശിക്കുന്നത്. ഐ ആലിമൻ ബി ശരീഅത്തില്ല, അള്ളാന്റെ ശരീഅത്തിനെ പറ്റി അറിവുള്ള ആളായിരിക്കണം. വആലിമൻ ബി അഹ്വാലിന്നാസ്, ജനങ്ങളെ സ്ഥിതിഗതികളെ പറ്റി അറിയുന്ന ആളായിരിക്കണം. വആലിമൻ ബിമാ തതതല്ലബുഹു ദഅവ, ദഅവത്ത് എന്തിനെയൊക്കെ താല്പര്യപ്പെടുന്നു, എന്തിനെയൊക്കെ ദഅവത്തിന്റെ താല്പര്യങ്ങളെ കുറിച്ചും അറിവുള്ള ആളായിരിക്കണം. ലിഅന്ന ഹാദാ ഹുവ മസ്തറുൽ ഖുവ്വ, ശക്തിയുടെ സ്രോതസ് തന്നെ ഇൽമാണ്. അത് തടിയും മണ്ണും കുറച്ച് ഗുണ്ടകൾ ചുറ്റും വിളിച്ചാൽ വരുന്ന ഗുണ്ടകൾ അതല്ല വേണ്ടത്, ഇൽമു വേണം. പിന്നെ ഔ അസാസുൽ ഖുവ്വ, അതാണ് ഖുവ്വത്തിന്റെ അടിത്തറ. ഇതാണ് അമീറിന് വേണമെന്ന് അദ്ദേഹം പറഞ്ഞത്. അവിടെ നിന്ന് ഉരുണ്ടു. കാരണം രണ്ട് കാര്യം, ഒന്ന് പണ്ഡിതന്മാരാകണം, സംഘടനക്ക് നേതൃത്വം കൊടുക്കണം എന്നുള്ള ഷർത്തും വന്ന്, അമീറിന് ഇൽമു വേണമെന്നും വന്നു. അത് ഷർത്തില്ല എന്നല്ല, നമ്മളാ ഷർത്ത് അംഗത്വമാണെന്നല്ല പറഞ്ഞത്. അപ്പൊ പിന്നെ അതിനെതിരായി കണ്ടു. ഇതൊക്കെ ഖുറാഫികൾ ചെയ്യണ പരിപാടിയാ, മനസ്സിലായില്ലേ? തൊട്ടിപ്പുറത്തെ പേജ്. ഇവരെയൊക്കെ നമ്മൾ എത്ര ബഹുമാനിച്ചതാ, ഇവരൊക്കെ ഇൽമിനു വേണ്ടി നമ്മൾ എത്ര ആളുകളോട് പറഞ്ഞതാ, ഇവരൊക്കെ ക്ലാസ് കേൾക്കാൻ നമ്മൾ എത്ര കൊതിച്ചതാ. പക്വതയുണ്ടെന്ന് നമ്മൾ വിചാരിച്ച, സത്യത്തോട് താല്പര്യമുണ്ടെന്നും മറ്റ് താല്പര്യങ്ങളില്ലെന്നും നമ്മൾ വിചാരിച്ച ആളുകൾ. അപ്പൊ അമീറിനെ പറ്റി ഞാൻ കഴിഞ്ഞ പേജിൽ പറഞ്ഞ വിശേഷത്തോട് കൂടി അമീറാണ്. അവിടെ അമീറിനെ നേതൃത്വം, നേതാവ് എന്ന് മാത്രം പറഞ്ഞു, പണ്ഡിതൻ എന്ന് പറഞ്ഞില്ല. നല്ല അറിവുള്ള പണ്ഡിതനായിരിക്കണം അമീർ എന്നാ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ ഇവിടെ, ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ വലിയ ആക്ഷേപമുള്ള